പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ അച്ഛൻ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് വേദ. ഇതേ തുടർന്ന് അച്ഛൻ്റെ അഹങ്കാരത്തിന് ഒരു മറുപടി ഞാൻ തന്നെ കൊടുക്കും എന്നും എന്നെ ഒഴിവാക്കുന്നതിനായി നൽകിയ പൈസയല്ലേ ഇത്, ഞാൻ തന്നെ കൃത്യമായി ചിലവാക്കിക്കൊള്ളാം എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് വേദ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഇത് കണ്ടതിനെ തുടർന്ന് വേദ എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും വേദയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം വിക്രം പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രവുമല്ല, ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് വിക്രമവും ചെറുതായി ഒന്ന് ഭയന്നിരിക്കുകയാണ്. ഇതേ തുടർന്ന് എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ പോയി എന്ന് വിക്രം വിശ്വസിക്കുകയാണ്. പക്ഷെ വേദയാകട്ടെ അവിടെ നിന്ന് ഇറങ്ങിയതിനെ തുടർന്ന് ശങ്കരനാരായണനെ നാറ്റിക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും എനിക്ക് നേരെ വീശിയ ഈ പൈസ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചടി കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രതീക്ഷകൾ ഇതേ തുടർന്ന് തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ശങ്കരനാരായണന്റെ. പക്ഷേ ഇതിനിടയിലാണ് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് കരുതിയ വേദ വീണ്ടും തിരികെ വരുന്നത് വിക്രം കാണാൻ ഇടയാകുന്നത്. ഇതോടെ വിക്രം എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു. മാത്രവുമല്ല, നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെ ഇറങ്ങിപ്പോകാനല്ല ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് വേദ വ്യക്തമാക്കിയത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് വിക്രമിന്. ഇതേ തുടർന്നാണ് വേദയുടെ നീക്കത്തെ പറ്റി വിക്രം അറിയാൻ ഇടയാകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.